അജിത ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. വർക്കിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ടാണ് ലോങ് വീഡിയോ ഇടാത്തത്. ലോങ് വീഡിയോ ഇടാൻ ടൈം കിട്ടില്ല. ലോങ് വീഡിയോ എന്തായാലും ഞാൻ ഇൻഷാല്ലാ ഇടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്ന് കുറേ കമന്റിലൂടെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, എന്തിനാ ഡിലീറ്റ് ചെയ്ത്? അവൾ ഇന്നലെ എൻ്റെ പേരിൽ കേസ് കൊടുത്തു. സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അവൾ സ്റ്റേഷനിൽ പോകുമ്പോൾ തന്നെ എൻ്റെ വീഡിയോസൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് അവൾ പോയി കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അവളെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. സാറുമാർ പറഞ്ഞു നീ അത് റിമൂവ് ചെയ്യ്, ബാക്കി ഇനി അവൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം എന്താ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സാറുമാർ എന്നെ അവിടെ നിന്ന് വിട്ടാക്കിയത്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് എന്നെ വിട്ടാക്കി. അവൾ അവിടെ കിടന്ന് തൊള്ളട്ടതിന് അവളുടെ പേരിൽ അവിടെ നിന്ന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിലുള്ളിൽ കയറി ബഹളം വെച്ചതിന് അവളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തത്. ഇൻഷാല്ലാ ലോങ് വീഡിയോ ഞാൻ ഇടണ്ട്. ബാക്കി എന്താ നോക്കട്ടെ. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും വന്നിട്ടില്ല. ഡീറ്റെയിൽ വന്നിട്ട് ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് ഇവ നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളേരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ്, വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്.